വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. അങ്ങനെ പുതിയൊരു പ്രീമിയർ ലീഗ് സീസണ് തുടക്കമായിരിക്കുകയാണ്. പുതിയ പ്രതീക്ഷകൾ, പുതിയ മാനേജേഴ്സ്, പുതിയ ടാക്ടിക്സ്. അപ്പം അങ്ങനെ പുതിയൊരു ഇറക്കി തന്നെയാണ് തുടക്കം എന്ന് പറയാം. കാരണം 9 ടീമുകൾക്കും 9 പുതിയ മാനേജേഴ്സായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ എന്തായാലും പെപ്പിൻ്റെയും ക്ലോപ്പിൻ്റെയും ഒക്കെ ഇറക്കിയ ശേഷം പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് ആർട്ടറ്റയ്ക്ക് തന്നെയാണ് തീർച്ചയായും ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളത്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ലീഗൊക്കെ അടിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള മാനേജറാണ്. ശരിക്കും ബിഗ് 6 ക്ലബ്ബുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മാത്രമാണ് ഈ പറയുന്ന പോലെ പ്രീമിയർ ലീഗിൽ ലീഗ് അടിച്ചിട്ടുള്ള ഒരു മാനേജർ എന്ന് പറയാനുള്ളത്. ഇപ്പം എന്തായാലും നമുക്ക് ഈ സീസണിലെ പ്രഡിക്ഷനിലേക്ക് വരാം. ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് ബയാസ്ഡ് ആയിട്ടായിരിക്കും ഇവിടെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ റിയലിസ്റ്റിക്കും അതുപോലെ അൺറിയലിസ്റ്റിക്കും ആയിട്ടുള്ള 2 പ്രഡിക്ഷൻസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തായാലും അൺറിയലിസ്റ്റിക് ബയാസ്ഡ് പ്രഡിക്ഷനിലേക്ക് പോവാം. 7ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആസ്റ്റൺ വില്ലയിൽ നിന്ന് ഒരുപാട് പ്ലെയേഴ്സ് പോയി, അതുപോലെ തന്നെ പോകാനൊക്കെ നിൽക്കുന്നു. ടീലമാൻസ് ഇങ്ങോട്ട് വന്നു, അതുപോലെ തന്നെ ഒലി വാറ്റ്കിൻസിൻ്റെ കാര്യമൊക്കെ സംശയത്തിലാണ്. അപ്പോൾ അങ്ങനെ ആസ്റ്റൺ വില്ല ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഉനായ് എമറി അവിടെ ഒരുപാട് സക്സസ് ഒക്കെ ഓൾറെഡി നേടിയിട്ടുണ്ട്. അതുപോലെ വളരെ നല്ലൊരു മാനേജർ തന്നെയാണ് ഉനായ് എമറി. അപ്പോൾ അതുകൊണ്ട് ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും ദേ വിൽ സ്റ്റിൽ ചലഞ്ച് ഫോർ ടോപ്പ് 6 തന്നെയുള്ളതാണ്. ആൻഡ് 6ാം സ്ഥാനത്ത് ടോട്ടനം വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ടോട്ടനം കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് റെലിഗേഷൻ്റെ സോണിലൊക്കെയാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അവർ വലിയ വലിയ സൈനിങ്ങുകളൊക്കെ നടത്തി. ഇപ്പോൾ ഇന്നലെ മർമൂഷിനെയും സവീഞ്ഞോനെയൊക്കെ സൈൻ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസിഷനിലേക്കാണ് ടോട്ടനം പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസർബി നല്ലൊരു മാനേജറാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും ടോപ്പ് 4ലേക്ക് അവർ ഫൈറ്റ് ചെയ്യും. ബട്ട് 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ആൻഡ് 5ാം സ്ഥാനത്ത് ലിവർപൂൾ, കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ചാമ്പ്യന്മാരാണ്. ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ചേഞ്ചുകളാണ് വന്നത്. ആർനെ സ്ലോട്ട് പോയി, ഇരിയോള വന്നു, അതുപോലെ തന്നെ മുഹമ്മദ് സല പോയി. അവരുടെ വൺ ഓഫ് ദി മേജർ പില്ലേഴ്സിൽ ഒരാളായിരുന്നു അറ്റാക്കിങ്ങിൽ. ഇപ്പം എന്തായാലും ആ ഭാഗത്തേക്ക് വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ളവരാണെങ്കിലും ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് അല്ലെങ്കിൽ വലിയ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സീസണാണ്. അതുപോലെ 4ാം സ്ഥാനത്ത് ചെൽസി ഫിനിഷ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ചെൽസി എന്തായാലും ചാമ്പ്യൻസ് ലീഗ് പ്ലേസസിലേക്ക് വരും എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 3ഓ 4ഓ സ്ഥാനത്ത് ചെൽസി ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നമ്പർ 3 മാൻ സിറ്റി മരസ്ക അത്ര അടിപൊളി മാനേജറാണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ മേജർ പില്ലേഴ്സായിട്ട് ഒരുപാട് താരങ്ങളാണ് പോയത്. റോഡ്രി, ബെർണാഡോ സിൽവ, സ്റ്റോൺസ്. അപ്പം അങ്ങനെ നിരവധി ആൾക്കാർ പോയി. പെപ്പില്ല. അപ്പം അങ്ങനെ വളരെ വലിയൊരു ചേഞ്ചിൽ കൂടെയാണ് മാൻ സിറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാലും അത്ര ഓർഗനൈസ്ഡ് പോലെ തോന്നുന്നില്ല. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ പല സിസ്റ്റത്തിന് പറ്റിയ പ്ലെയേഴ്സിനെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം അവർ ഡൊണ്ണറുമേനെ കൊണ്ടുവന്നത് ആ സമയത്ത് നമുക്കൊരു, അല്ലെങ്കിൽ ജനറലി നമുക്കറിയാവുന്നവരും ഡൊണ്ണറുമ അത്ര ഓൺ ദി ബോൾ അടിപൊളി പ്ലെയർ അല്ല. എന്നിട്ട് അവർ ഡൊണ്ണറുമേനെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പെപ്പിന് പറഞ്ഞ പോലെ കളിയിലും മാറ്റേണ്ടി വന്നു. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മാൻ സിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് നമ്പർ 2 ആഴ്സണൽ. പിന്നെ നമ്പർ 1 ആരാന്ന് പറയണ്ടല്ലോ, നമ്പർ 1 യുണൈറ്റഡ്. അതെ, എൻ്റെ ഡെല്യൂഡഡ് ആയിട്ടുള്ള മനസ്സ് എന്നോട് പറയുന്നു നമ്മൾ ഇത്തവണ ലീഗ് അടിക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഡെല്യൂഡഡ്. ഒന്നുമില്ല, വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പൊളിക്കുന്നു. അതാണ് എനിക്ക് ഇത്തവണ ഫീൽ ചെയ്യുന്നത്. എൻ്റെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അതാണ്. ഇനി എൻ്റെ റിയലിസ്റ്റിക് മൈൻഡ് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. 1ാം സ്ഥാനത്ത് ആഴ്സണൽ ഫിനിഷ് ചെയ്യും. 2ാം സ്ഥാനത്ത് ചെൽസി ഫിനിഷ് ചെയ്യും. 3ാം സ്ഥാനത്ത് യുണൈറ്റഡ് ഫിനിഷ് ചെയ്യുന്നതാണ് എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ് പറയുന്നത്. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുറേ കാലം, ഞാനൊരു 5-6 വർഷമായിട്ട് യൂട്യൂബ് ചെയ്യുന്നതാണ്. ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആയിട്ടിരുന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്ങനെയാലും സംഭവിക്കും. അപ്പോൾ അതിനും ഭേദം നമ്മൾ
ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ. പിന്നെ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്ക് വേറെ ക്ലബ്ബുകളോടുണ്ടായിരുന്നൊരു ഭയം, ഭയം. ഇപ്പം മാൻ സിറ്റിയുടെക്കെതിരെ വന്നു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും അണ്ടർ ഡോഗായിട്ടാണ് മാൻ സിറ്റി കയറി പോയിക്കൊണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എനിക്കിപ്പോൾ ഇല്ല. നമുക്ക് പിടിക്കണമെങ്കിൽ പിടിക്കാം, ആരെ വേണമെങ്കിലും അടിക്കാമെന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. നമ്മൾ ട്രാൻസിഷനിൽ അടിപൊളിയാണ്. നമ്മൾ ട്രാൻസിഷനിൽ പോയി വലിയ ടീമുകളെ അടിക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനുള്ള ഫയർ പവറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കുണ്ണിയാണെങ്കിലും എംബു ആണെങ്കിലും സ്പീഡിയാണ്, അമാദ് സ്പീഡിയാണ്. ആൻഡ് വിത്ത് അഡീഷൻ ഓഫ് ബലീബ ഇനി വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളെടുക്കും, 2-3 ആഴ്ച എടുക്കും. പക്ഷെ അതുവരെ നമുക്കൊരു സ്ട്രഗിൾ ആയിരിക്കും. ഈ പറയുന്ന പോലെ നിലവിലെ മിഡ്ഫീൽഡിൽ ആ ഒരു മിസ്സിങ് പീസ് ബലീബ തന്നെയാണ്. അതുപോലെ തന്നെ മൗണ്ടിന് ഇഞ്ചുറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. താരതമ്യേന ദുർബലരായിട്ടുള്ള ഒപ്പോണൻസ് ആണ്. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ ടീമുകളെയൊക്കെ കഴിഞ്ഞ സീസണിൽ അടിച്ച പോലെ കാര്യങ്ങൾ അടിക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ ആഴ്സണലിനെ ഒന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളവിടെ എമിറേറ്റ്സിൽ പോയി അടിച്ചതാണ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിലും വീണ്ടും പോയി അടിക്കാം. അതിനുള്ള ഒരു ഫയർ പവറൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായും കമൻ്റായിട്ടിടുക. അതുപോലെ റെലിഗേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ കൊവൻട്രി, ഹള്ളും ഇപ്സ്വിച്ചൊക്കെ ഇവർ 3-4 റെലിഗേറ്റ് ആവാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ്. ആൻഡ് എവർട്ടൺ ഒരു ഔട്ട്സൈഡ് ചാൻസ് ഉണ്ടെന്നും വേണമെങ്കിൽ പറയാം. ഒരു കാര്യം പറയാൻ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻസ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബലീബയും കൂടി വന്നു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒരു റീബിൽഡായി. പക്ഷേ ഡിഫൻസിലാണ് നമുക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളുള്ളത്. ഒരുപാട് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള താരങ്ങളുണ്ട്, കൺസിസ്റ്റൻസി ഇല്ലാത്ത താരങ്ങളുണ്ട്. അപ്പോൾ ഡിഫൻസ് ആയിരിക്കും നമുക്കൊരു വിനയായിട്ട് മാറാൻ സാധ്യതയുള്ളത്. അറ്റാക്കിംഗ് വൈസ് നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റും. മിഡ്ഫീൽഡിലാണെങ്കിലും സെറ്റായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. അതാണ് ആസ് ഫാർ ആസ് ഇതുവരെ കളി കണ്ടതിൽ സാന്റോസിൻ്റെ കളിയൊക്കെ നല്ലതായിരുന്നു. ടിലെമാൻസിൻ്റെ കഴിവ് നമുക്കറിയാം, പുള്ളിയും അത്യാവശ്യം നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്. പിന്നെ ബ്രൂണോയുടെ ഫോമാണ് ചെറിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഹോപ്പ്ഫുള്ളി സീസൺ ഇമ്പ്രൂവ് ആകുമ്പോൾ ബ്രൂണോയുടെ ഫോം മെച്ചപ്പെടുമെന്ന് വിചാരിക്കാം. ഇപ്പം എന്തായാലും റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോപ്പ് 4 ഫിനിഷ്, അതുപോലെ തന്നെ നല്ലൊരു ചാമ്പ്യൻസ് ലീഗ് റൺ, ഒരു ക്വാർട്ടറിലൊക്കെ എത്തുക അല്ലെങ്കിൽ സെമി ഫൈനലിലേക്ക് എത്തുക, അതുപോലെ ഒരു ഡൊമസ്റ്റിക് ട്രോഫി, ഇതൊക്കെയാണെങ്കിൽ റിയലിസ്റ്റിക്കലി ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷേ ഡബിൾ ധമാക്ക ഹാപ്പി ആകാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും മേജർ ട്രോഫി ഒക്കെ അടിക്കുമ്പോഴോ ലീഗൊക്കെ അടിക്കുമ്പോഴോ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോഴോ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വേറെ യൂറോപ്യൻ ടീമിനെയൊക്കെ നോക്കി കഴിയുമ്പോൾ ദേ ആർ സോ ഗുഡ്. ബാർസലോണേനെയും ബയേണിനെയും നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രീമിയർ ലീഗ് ടീമുകളെയൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പ് ദി ഫൂഖിൻ റെഡ്സ്.